ഹായ്, ഇപ്പോൾ ലോകരാജ്യങ്ങൾ എല്ലാം ഭയക്കുന്ന വിധത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരുമായിട്ടെന്ന് വെച്ചാൽ അതായത് ഒരു വശം അമേരിക്കയും 20 രാജ്യങ്ങളും അതുപോലെ തന്നെ മറ്റൊരു വശത്തെ മുസ്ലിം സംഘടനകളും ചേർന്നിട്ടാണ് ഈ ഒരു പ്രശ്നം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതായത് റെഡ് സീയിൽ ഓരോ ദിവസവും 62 കപ്പലുകളോളം പോയി വന്നുകൊണ്ടിരുന്നതാണ്. അതായത് വാട്ടർ വൈസിലുള്ള 30% ട്രേഡും നടന്നുകൊണ്ടിരുന്ന ഈ ഒരു റൂട്ടിലൂടെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ റിപ്പോർട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ അതിലെ കപ്പലുകൾ പോകുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെ പോകുന്ന കപ്പലുകളെല്ലാം തന്നെ കൂടുതലും അറ്റാക്ക് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റു ചിലത് കസ്റ്റഡിയിൽ എടുക്കുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു റെഡ് സീയിലൂടെ കപ്പൽ വിടാൻ തന്നെ പല രാജ്യങ്ങളും ഭയക്കുന്നു. അതുപോലെ തന്നെ പല രാജ്യങ്ങളും കപ്പൽ വിടുന്നത് തന്നെ നിരോധിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ കപ്പൽ വിടാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ വാറായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾ വരെ ഇതിൽ അഫക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത്, അതുപോലെ തന്നെ ഇതിൽ നിന്ന് അമേരിക്കയ്ക്ക് എങ്ങനെയെല്ലാമാണ് ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് വരുന്നത് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് എൻ്റെ വെരേഷൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്സ് വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താങ്കൾ തംസ് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇട്ടെടുക്കാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ റെഡ് സീയിലൂടെ എല്ലാം കപ്പൽ പോകാത്തത്, അതുപോലെ തന്നെ നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾ ഇതിൽ എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ വാറിനെ ഇത് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് ഉള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇതൊരു വലിയൊരു ഭയമായി കരുതപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫുള്ളായിട്ടും അറിയണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ സൂയസ് കനാലിൻ്റെ ഹിസ്റ്ററി അറിയേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ സൂയസ് കനാലിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞാൽ മാത്രമോ ഇന്ന് നടക്കുന്ന ഈ ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സൂയസ് കനാൽ എന്ന് പറഞ്ഞ ഈ ഒരു കനാൽ മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കിയ ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ കനാലാണ് ഈ ഒരു കനാൽ. അപ്പോൾ ഈ ഒരു കനാൽ മെറിഡിയൻ സീനെയും അതുപോലെ തന്നെ റെഡ് സീനെയും കൂടെ കണക്ട് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സീ റൂട്ടും കൂടിയാണ് ഈ ഒരു സൂയസ് കനാൽ എന്ന് പറയുന്ന ഈ ഒരു കനാൽ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് നടക്കുന്ന സീ റൂട്ടിലുള്ള 30% ട്രേഡും ഇതിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ യൂറോപ്പിൽ നിന്ന് മുംബൈയിലോട്ട് വരികയാണെങ്കിൽ ഏകദേശം 10,000 മൈൽ ആൾക്കാർ സഞ്ചരിക്കണം, അതായത് സീ റൂട്ടിലൂടെ. പക്ഷേ ഈ ഒരു കനാൽ ഉള്ളതുകൊണ്ട് തന്നെ വെറും 6,000 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ദിവസവും കൂടുകയും അതുപോലെ തന്നെ അതിൻ്റെ ട്രാവലിംഗ് എക്സ്പെൻസ് എല്ലാം കുറയും. അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കയറ്റി അയക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടും നമുക്ക് വളരെയധികം കുറഞ്ഞു കിട്ടും. അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൂടിയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സൂയസ് കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതായത് ഇസ്രായേലിലെ എലൈറ്റ് പോർട്ടിൻ്റെ റവന്യൂ ഏകദേശം 85% കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതായത് ഏകദേശം 85% റവന്യൂ കുറഞ്ഞു എന്നാണ് പറയുന്നത്. അതിൻ്റെ ജനറൽ മാനേജറിനെയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അതുകൂടാതെ അതായത് ഈ ഒരു കനാൽ ഫുള്ളായിട്ടും ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയരാം. അതായത് ഒന്നാമത്തെ പ്രൈസ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടും. അതായത് ക്രൂഡ് ഓയിലെല്ലാം തന്നെ കടൽ വഴിയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇതൊരു ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എക്സ്ട്രാ എക്സ്പെൻസ് ഇതിൽ വരുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ എക്സ്ട്രാ പ്രൈസ് നമ്മൾ കെട്ടേണ്ടതായിട്ട് വരുന്നു. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ റേറ്റ് കൂടും. അതായത് പുറം രാജ്യത്ത് നിന്ന് ഇങ്ങനെ കയറ്റി അയക്കുന്ന സാധനത്തിനെല്ലാം തന്നെ പൈസ കൂടാൻ തുടങ്ങും. അതായത് കാരണം ട്രാവലിംഗ് എക്സ്പെൻസ് കൂടും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾക്കെല്ലാം തന്നെ അത് എഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ എമൗണ്ട് ആയിട്ട് ഇൻഫ്ലേഷൻ റേറ്റ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു സൂയസ് കനാൽ എന്ന് പറഞ്ഞ ഈ ഒരു കനാൽ. അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിൽ അമേരിക്ക തുടങ്ങിയ 20 രാജ്യങ്ങൾ ഡയറക്റ്റായിട്ട് അതായത് ഈ ഒരു കനാലിൻ്റെ ഫുൾ കൺട്രോളും അവരുടെ കൺട്രോളിലോട്ട് എടുക്കാൻ പോകുക എന്ന് പറഞ്ഞ് അവരവരുടെ സെക്യൂരിറ്റി ടാസ്ക് ഫോഴ്സിനെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത് 1850 കാലഘട്ടങ്ങൾ തന്നെയാണ്. അതായത് ആ ഒരു സമയത്തെല്ലാം തന്നെ ഇതിനെ ഫുള്ളായിട്ടും കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഈജിപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈജിപ്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന അന്നത്തെ രാജാക്കന്മാർ വിചാരിക്കുന്നു അതായത് നൈൽ റിവറോട്ട് ഇതിലൂടെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു കനാൽ നമ്മൾ തോണ്ടുകയാണെങ്കിൽ നമുക്കിതിലൂടെ സീ റൂട്ടെല്ലാം തന്നെ ഈസി ആയിട്ട് നടത്താനും സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ നിന്ന് ഒരു റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കരുതി അദ്ദേഹം അതിനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി എല്ലാവിധ പ്ലാനുകളും ഒരുക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല പിന്നീട് ആ ഒരു പ്ലാൻ എല്ലാം തന്നെ സക്സസ് ആവാതെ പോകുന്നു. അതിനുശേഷം 1798 നെപ്പോളിയൻ വന്നപ്പോൾ അതായത് നെപ്പോളിയനാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി എടുത്ത് പറയുന്നത്. അതായത് നെപ്പോളിയൻ വന്നപ്പോൾ ഈജിപ്തിനെ ഫുള്ളായിട്ടും കൺട്രോൾ ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം വിചാരിക്കുന്നു അതായത് സൂയസ് കനാലിന് ഇങ്ങനെ ഒരു സൂയസ് കനാൽ ഉണ്ടാക്കണം, അതായത് ഈ ഒരു സീ റൂട്ട് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് അദ്ദേഹം എല്ലാവിധ പ്ലാനുകളും ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പണിക്കാരെയെല്ലാം പറയുന്നു അതായത് അവിടെ പോയിട്ട് വിസിറ്റ് ചെയ്യൂ. അതിന് ഏകദേശം 4 തവണ അദ്ദേഹം അവിടെ പോയി വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഓർഡർ ഇട്ടു. അപ്പോൾ അവിടെ പോയിട്ട് അവിടെയുള്ള എഞ്ചിനീയേഴ്സും അതുപോലെ തന്നെ മറ്റ് ആൾക്കാരെല്ലാം തന്നെ ഡയറക്റ്റായിട്ട് വിസിറ്റ് ചെയ്തിട്ട് അവരെല്ലാം തന്നെ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ നെപ്പോളിയന് സബ്മിറ്റ്
ചെയ്തു. ഇങ്ങനെ ഒരു തോണ്ടുകയാണെങ്കിൽ അതായത് ഇങ്ങനെ ഒരു സൂയസ് കനാൽ നമ്മൾ ഡിസ്കവർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വെള്ളം മൊത്തം നമ്മുടെ അതായത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തോട്ട് കയറി അത് വലിയൊരു ഫ്ലഡായി മാറും. അപ്പോൾ ഇതിലൂടെ നമുക്ക് വലിയൊരു പ്രശ്നമുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അവർ നെപ്പോളിയന് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നെപ്പോളിയനും ഇത് വിചാരിച്ചുകൊണ്ട് അദ്ദേഹവും ഈ ഒരു പ്ലാൻ കൈവിടുന്നു. അതിനുശേഷം 1847 വരുന്നു. അപ്പോൾ ആ ഒരു സമയത്തും ഇതേ സെയിം ഹൈറ്റ് ആണോ എന്നുള്ളൊരു പ്രശ്നം പലർക്കും ഉണ്ടായിരുന്നു. അതായത് നെപ്പോളിയൻ തോണ്ടാനുണ്ടായിരുന്നു, പക്ഷേ സെയിം ഹൈറ്റ് ആയതുകൊണ്ടാണ് അദ്ദേഹം തോണ്ടാത്തത് എന്ന് പറഞ്ഞ് ഹിസ്റ്ററിയിലെല്ലാം തന്നെ മാർക്ക് ചെയ്യുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഈജിപ്തിനെ മൊത്തം കൺട്രോൾ ചെയ്തിട്ടുണ്ടെന്ന് ഓട്ടോമൻ എംപയർ ആണോ. അപ്പോൾ അവർ വിചാരിക്കുന്നു അതായത് 1847 അതായത് ഇങ്ങനെ ഒരു കനാൽ നമുക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് നെപ്പോളിയൻ ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അവർ സെയിം ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അതിനെ വിട്ടത്. അപ്പോൾ സെയിം ഹൈറ്റ് ആണോ എന്നുള്ളത് ആദ്യം തന്നെ മെഷർ ചെയ്യണം. അപ്പോൾ മെഷർ ചെയ്തപ്പോൾ ആ ഒരു സെയിം ഹൈറ്റ് അല്ല, തോണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ളൊരു റിപ്പോർട്ടായിരുന്നു അവർക്ക് കിട്ടിയത്. പിന്നീടുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് ഫ്രാൻസ് ആയിരുന്നു ആ ഒരു സമയത്ത് കൂടുതലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രാൻസ് കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു സൂയസ് കനാൽ മൊത്തം അവരുടെ കൺട്രോളിലോട്ട് പോകും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് എംപയറിനും അതുപോലെ തന്നെ ബ്രിട്ടനും ഇതിന് വലിയ രീതിയിൽ അവർക്ക് റവന്യൂ കിട്ടാനില്ല. അപ്പോൾ ഫ്രാൻസ് അവരെക്കാട്ടിലും വളരുമല്ലോ എന്ന് കരുതി അവർക്ക് തമ്മിൽ കോൾഡ് വാർ വരുന്നു. അതായത് ഇതിൽ ആരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് ഈജിപ്തും അതുപോലെ തന്നെ ഈജിപ്തിനെ ഭരിച്ചുകൊണ്ടിരുന്ന ഓട്ടോമൻ എംപയർ ആരോ. അപ്പോൾ അദ്ദേഹം ഫ്രാൻസുമായിട്ട് കൂടിയിട്ട് സൂയസ് കനാൽ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സൂയസ് കനാൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഈജിപ്തിലുള്ള ഓട്ടോമൻ എംപയറാണ് ഇങ്ങനെ ഒരു കമ്പനി ഫോം ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് എല്ലാം തന്നെ ഇതിനെ ഓപ്പോസ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഫ്രാൻസിന് ഇതിന് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് കിട്ടും, അതുകൊണ്ട് തന്നെ അവർ വളരുമെന്ന് കരുതി ബ്രിട്ടീഷേഴ്സ് ഇതിനെ എതിർത്തു. അപ്പോൾ ആ ഒരു സമയത്ത് 1854 അതായത് ഇതിൻ്റെ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അതായത് ബ്രിട്ടീഷേഴ്സ് എതിർത്തെങ്കിലും പിന്നീട് അവർ എന്തൊക്കെയോ കുറേ നെഗോഷിയേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് അവരും അവസാനം സമ്മതിച്ചു. അങ്ങനെ 1854 സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പ്രോജക്റ്റ് 1858 ഇതിൻ്റെ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇതിനായിട്ട് കുറേയധികം ആൾക്കാർ ആവശ്യമായിട്ടുണ്ട്. അതായത് മനുഷ്യന്മാർ തന്നെയാണ്, അതായത് ഒരു ടെക്നോളജിയോ മെഷീനറിയോ ഇല്ലാതെയാണ് അവർ ഇതിനെ തോണ്ടാൻ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഫ്രാൻസിൽ നിന്നും ഈജിപ്തിൽ നിന്നും ഏകദേശം 15 ലക്ഷം ആൾക്കാരെ അതായത് സ്ലേവറീസിനെയാണ് കൊണ്ടുവന്നത്. അതായത് അടിമക്കാരെയാണ് ഇതിലോട്ട് പണിക്ക് വേണ്ടി കൊണ്ടുവന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ KGF എങ്ങനെയാണോ അവരെ അടിമപ്പണി എടുപ്പിച്ചുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെയായിരുന്നു ഇവിടെയും സ്ലേവറി ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഏകദേശം 15 ലക്ഷം ആൾക്കാരോളം കൊണ്ടുവന്ന് 1858 സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പ്രോജക്റ്റ് 1869 ആയപ്പോൾ തന്നെ ഏകദേശം 10 വർഷമായപ്പോൾ തന്നെ സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുന്നു. അങ്ങനെ 1863 ആയപ്പോൾ തന്നെ ആ ഒരു സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഇസ്മായിൽ എന്ന് പറയുന്ന അദ്ദേഹം വിചാരിക്കുന്നു അതായത് ഫോഴ്സ് ലേബർ സ്റ്റോപ്പ് ആക്കാമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് KGF ഉണ്ടായിരുന്ന അതേപോലെ തന്നെയായിരുന്നു ആൾക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോളിസി എന്താണെന്ന് വെച്ചാൽ അതായത് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പണിയെടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഈ ഫോഴ്സ് ലേബറി സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹം മിഷനറി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ മിഷനറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യന്മാർ തന്നെ ഏകദേശം 7.5 മില്യൺ കുബിക് മീറ്റർ ആയിരുന്നു മനുഷ്യന്മാർ തന്നെ ഇതിനെ തോണ്ടിയത്. അതായത് വെറും മനുഷ്യന്മാരെ അവരുടെ കൈ ഉപയോഗിച്ചിട്ട് അത്രയും കുബിക് മീറ്റർ ആണ് അവർ തോണ്ടിയത്, യാതൊരു മിഷൻ്റെയും സഹായമില്ലാതെ. അപ്പോൾ അത്രമാത്രം അടിമകളായിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 1963 തൊട്ട് 1969 വരെ അതായത് ഇതുവരെ മനുഷ്യന്മാരുണ്ടാക്കിയതിനെക്കാട്ടിലും 3 ഇരട്ടി കൂടുതലായിട്ട് അവർ തോണ്ടുകയും അതുപോലെ തന്നെ അടിയെല്ലാം തന്നെ ഡിഗ് ചെയ്തു. അപ്പോൾ ഈ ഒരു വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം 15 ലക്ഷം ആൾക്കാരെ നമ്മളിവിടെ അടിമകളായി പണിയെടുപ്പിച്ചു എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു 15 ലക്ഷത്തിൽ ഏകദേശം 1,20,000 ആൾക്കാരും മരണപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് പല രോഗങ്ങൾ വന്നിട്ടും അതുപോലെ തന്നെ അവിടെയുള്ള സ്ലേവറി എല്ലാം കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ 1969 ഇത് തുറക്കുമ്പോൾ ബ്രിട്ടൻ വരെ അതിനെ വെൽക്കം ചെയ്തു. അതായത് ലോകത്തുള്ള പല രാജ്യങ്ങളും അതിനെ വെൽക്കം ചെയ്തു. അങ്ങനെ 1975 ആയപ്പോൾ ഈജിപ്തിന് വലിയൊരു എക്കണോമിക് ക്രൈസിസ് വരുന്നു. അതായത് അവിടെ സാമ്പത്തിക പ്രതിസന്ധി വരുന്നു. ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് അവിടെ കോളനൈസ് ചെയ്യുന്നു. അതായത് ആ ഒരു സ്ഥലത്ത് ഈജിപ്തിന് വേണ്ട പണങ്ങളെല്ലാം തന്നെ കൊടുക്കുന്നു. പക്ഷേ അതിന് പകരമായിട്ട് ഏകദേശം 44% ഈ സൂയസ് കനാലിൻ്റെ ഷെയർ അതായത് ബ്രിട്ടൻ എഴുതി വാങ്ങുന്നു. അതായത് ബ്രിട്ടൻ എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിൽ ഒരു ലാഭമുണ്ടാവും. അതേപോലെ തന്നെ 44% ഇതിൻ്റെ ഷെയർ അവർ എഴുതി വാങ്ങുന്നു. അപ്പോൾ ഓരോ ഷിപ്പ് പോയി വരുമ്പോഴും അതിൽ നിന്ന് 44% റവന്യൂ ബ്രിട്ടനിന് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ആർട്ടിഫിഷ്യലായി തോണ്ടിയ ഈ ഒരു കനാൽ ആയതുകൊണ്ട് തന്നെ അതിലൂടെ വരുന്ന പല കപ്പലുകളും ഉണ്ടായ ചരിത്രവും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അടിയിൽ അധികമായിട്ട് ആഴമില്ല, അതുപോലെ തന്നെ സൈഡിൽ ആഴമില്ല. ഇങ്ങനെയുള്ള
ഇങ്ങനെയുള്ള പല പ്രശ്നം കൊണ്ട് തന്നെ പല ആക്സിഡൻറ്റുകളും ഉണ്ടായിരുന്നു. പിന്നീട് കാലം പോകെയാണ് അതെല്ലാം തന്നെ സോൾവ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 1984-82 കാലഘട്ടങ്ങൾ ആയപ്പോൾ തന്നെ അതായത് ഈജിപ്തിന് ഫ്രീഡം കിട്ടുന്നു. അതായത് ഈജിപ്റ്റ് കോളനൈസിൽ നിന്ന് അവർക്ക് ഫുള്ളായിട്ടും ഫ്രീഡം കിട്ടുന്നു. പക്ഷേ ഫ്രീഡം കൊടുത്തിട്ടും ബ്രിട്ടീഷ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സൂയസ് കനാലിൻ്റെ കൺട്രോൾ മാത്രം അവരുടെ കൺട്രോളിൽ ഉണ്ടായിരുന്നു. കാരണം അവർക്കറിയാം ഇതിൻ്റെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ ബ്രിട്ടീഷിന് വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു കൺട്രോൾ മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം തന്നെ ഫ്രീഡം കൊടുക്കുന്നു. ആ ഒരു സമയത്ത് ഈജിപ്തിനെ ഭരിച്ചുകൊണ്ടിരുന്ന ഗമൽ അബ്ദുൽ നാസർ എന്ന് പറഞ്ഞ അദ്ദേഹം വിചാരിക്കുന്നു അതായത് ഇതിനായിട്ട് കൂടുതലായിട്ടും വർക്ക് ചെയ്തത് ഈജിപ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഈജിപ്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതിൽ കൂടുതലായിട്ടും പണിയെടുത്തത്. പക്ഷേ റവന്യൂ മാറ്റം എന്തുകൊണ്ട് ബ്രിട്ടീഷിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇതിനെ ചെറുതായിട്ട് എതിർക്കാൻ തുടങ്ങി. അതായത് സൂയസ് കനാൽ മൊത്തം നാഷണലൈസ് ചെയ്യപ്പെടുന്നു. അതായത് നാഷണലൈസ് ചെയ്യുമ്പോൾ അതായത് അതിൻ്റെ ഫുൾ റവന്യൂവും ഈജിപ്തിന് തന്നെ പോയി. അതായത് ഫ്രാൻസിനെയും പുറത്താക്കി അതുപോലെ തന്നെ ബ്രിട്ടനെയും പുറത്താക്കി. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് സൂയസ് കനാൽ അതോറിറ്റി എന്ന് പറഞ്ഞ ഒരു പുതിയൊരു അതോറിറ്റിനെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് ഫ്രാൻസിനും ബ്രിട്ടനും വലിയ ലാഭമൊന്നും ഇല്ലാണ്ടായി. അപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും വിചാരിക്കുന്നു അതായത് ഇതിനെ എങ്ങനെയും ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും റവന്യൂ കിട്ടും എന്ന് പറഞ്ഞ് ഒരുമിച്ച് അവർ രണ്ടും ചേർന്നിട്ട് ഈജിപ്തിനെ എതിരായിട്ട് ഉള്ള ഒരു വാർ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഈജിപ്തിനെയും ബ്രിട്ടനെയും ഫ്രാൻസിനെയും എതിർത്ത് നിൽക്കാനുള്ള ത്രാണി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് അവരും അത്ര സിമ്പിളായിട്ടൊന്നും വിട്ടുകൊടുത്തില്ല. അതായത് ഈജിപ്തിന് എതിരായി വന്ന 40 കപ്പലുകളും അവർ ഇല്ലാണ്ടാക്കി. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തായിരുന്നു വലിയൊരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നത്. അതായത് ബ്രിട്ടീഷ് എംപയർ മൊത്തം കൊളാപ്സ് ആയിക്കൊണ്ട് ഇരുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ബ്രിട്ടീഷ് എംപയർ വിചാരിക്കുന്നു അതായത് ഇനി ഇതിൽ നിന്ന് യുദ്ധത്തിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ എല്ലായിടത്തോടത്തും പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എംപയർ ഇവിടെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ നമ്മൾ ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈജിപ്തിൻ്റെ അടുത്ത് അവർ ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു സമയത്ത് തന്നെയായിരുന്നു അതായത് 1967-70 കാലഘട്ടങ്ങളിൽ തന്നെയായിരുന്നു അറബ് വാറും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു അറബ് വാർ നടന്നപ്പോൾ അതായത് കുറേ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനായിരുന്നു സപ്പോർട്ട് നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് അതായത് സൂയസ് കനാൽ മൊത്തം മൂടുന്നു. പക്ഷേ ആ ഒരു വാർ അവസാനിച്ചെങ്കിലും ഈ ഒരു സ്ഥലം അതായത് സൂയസ് കനാൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കനാൽ ഫുള്ളായിട്ടും ഈജിപ്റ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അതായത് അവർ 1-2 ദിവസത്തിനല്ല ക്ലോസ് ചെയ്ത് ഏകദേശം 8 വർഷത്തോളം അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് അടുത്ത 8 വർഷത്തിന് വലിയ വലിയ പ്രശ്നങ്ങളാണ് ലോകത്തുള്ള പല രാജ്യങ്ങളും നേരിട്ടത്. അതായത് ഓയിൽ ക്രൈസിസ് ഉണ്ടായി, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടി, ട്രേഡ് പ്രശ്നങ്ങളുണ്ടായി, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായി. പിന്നെ പല രാജ്യങ്ങളെല്ലാം തന്നെ കൺവിൻസ് ചെയ്ത് ഈജിപ്റ്റ് 8 വർഷത്തിന് ശേഷം 1975 ജൂൺ 5-ന് ഈ ഒരു സൂയസ് കനാൽ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. പക്ഷേ ഈ ഒരു 8 വർഷം കൊണ്ട് ഗ്യാപ്പ് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 1975 ആയപ്പോൾ തന്നെ ലോകം വലിയൊരു എക്കണോമി അതായത് ഓയിൽ ക്രൈസിസിനെയായിരുന്നു നേരിട്ടത്. അപ്പോൾ ഇതാണ് സൂയസ് കനാലിൻ്റെ ഹിസ്റ്ററി മൊത്തം. അതായത് തുടക്കം തൊട്ടുള്ള അവസാനം വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ് എല്ലാം തന്നെ നമ്മൾ ഇതിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന എന്താണ് പ്രശ്നം എന്ന് നോക്കാം. അതായത് യമൻ രാജ്യത്ത് ഹൂത്തി എന്ന് പറയപ്പെടുന്ന ഒരു റിബല്യൻസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഐഡിയോളജി എന്താണെന്ന് വെച്ചാൽ അതായത് പാലസ്തീനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള രാജ്യമായി കൺസിഡർ ചെയ്യണം. അതായത് ഇവരൊരു വേറൊരു റിബല്യൻസ് ആണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ വാറിൽ ആ ഒരു പാലസ്തീനെയാണ് അനുകൂലിക്കുന്നത്. അപ്പോൾ ഇവർ പാലസ്തീനെ അനുകൂലിക്കുന്നതുകൊണ്ട് തന്നെ മറ്റ് അറബിലുള്ള പല രാജ്യങ്ങളും ഇവരെയും അനുകൂലിക്കുന്നുണ്ട്. അതായത് ഇറാൻ പോലെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇവരെ ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് ഈ റെഡ് സൈഡിലൂടെ അതായത് ഈ സൂയസ് കനാലിലൂടെ പോകുന്ന കപ്പലുകൾ അതായത് ഇസ്രായേലിന് അനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങളോ അല്ലെങ്കിൽ ഇസ്രായേലിനെ ആദരിക്കുന്ന രാജ്യങ്ങളോ അവരുടെ കപ്പലെല്ലാം തന്നെ ഈ ഒരു വശത്തൂടെ പോവുകയാണെങ്കിൽ ആ കപ്പലെല്ലാം തന്നെ ഞങ്ങൾ ഒന്നെങ്കിൽ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ അത് ഞങ്ങളുടെ കസ്റ്റഡിയിൽ എടുക്കും എന്നാണ് അവർ ഓപ്പൺ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അതായത് അമേരിക്ക പോലെയുള്ള പല രാജ്യങ്ങളും ഇസ്രായേലിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കേൻ്റെ കപ്പലെല്ലാം തന്നെ അതിലൂടെ പോകാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ അമേരിക്കനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിൻ്റെ കപ്പലെല്ലാം തന്നെ അതിലൂടെ പോകാൻ പറ്റുന്നില്ല. ഇതുകൊണ്ടെന്താണെന്ന് വെച്ചാൽ വേൾഡ് ട്രേഡിൽ തന്നെ വലിയ പ്രശ്നവും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് എല്ലാം കൂടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അമേരിക്ക ഇപ്പോൾ 20 രാജ്യങ്ങൾ അതായത് ആദ്യത്തെ ഫേസിൽ 10 രാജ്യങ്ങൾ ചേർന്നായിരുന്നു. പിന്നെ ഇപ്പോൾ ഏകദേശം 20 രാജ്യങ്ങൾ ചേർന്നിട്ട് ഈ ഹൂത്തി എന്ന് പറയപ്പെടുന്നത് അതായത് ഈ യമൻ നാട്ടിലുള്ള ഈ റിബല്യൻസിനെ ഫുള്ളായിട്ടും തീർക്കാൻ വേണ്ടി അവർ 20 രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുണ്ട്. അതായത് ഇതിലൂടെ പോകുന്ന നമ്മുടെ രാജ്യത്തിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ കപ്പലെല്ലാം തന്നെ ഇതിലൂടെ പോകുമ്പോൾ നമ്മളാണ് സെക്യൂരിറ്റി കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക ഈ 20 രാജ്യത്തിനെ ഒരുമിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്കേനെ ഡയറക്റ്റായിട്ട് അതായത് അമേരിക്കേൻ്റെ ഇപ്പോൾ വാർഷിപ്പ് വരെ ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. ഏകദേശം 280 മൈൽ ദൂരത്ത് മാത്രമാണ് ഈ ഒരു വാർഷിപ്പ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വാർഷിപ്പിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അമേരിക്ക ഡയറക്റ്റായിട്ട് യമനെതിരായിട്ടും അതുപോലെ തന്നെ ഈ ഹൂത്തി എന്ന് പറയപ്പെടുന്ന ഈ റിബല്യൻസിനെതിരായിട്ടും അറ്റാക്കിൽ ഇറങ്ങും എന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഹൂത്തി എന്ന് പറയപ്പെടുന്ന ഇവർക്ക് അമേരിക്കനെ അറ്റാക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇവരുടെ കയ്യിൽ ഒരു ആൻറ്റി മിസൈൽ സിസ്റ്റം തന്നെയുണ്ട്. അതായത് ഈ ഒരു ആൻറ്റി മിസൈൽ സിസ്റ്റം കൊണ്ട് ഏകദേശം 300 അതുപോലെ തന്നെ 500 കിലോമീറ്റർ ദൂരത്തുള്ള എല്ലാത്തിനെയും അറ്റാക്ക് ചെയ്ത് തീർക്കാനുള്ള
ഒരു ആൻറ്റി മിസൈൽ സിസ്റ്റം തന്നെ ഇവരുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടെക്നോളജിയും ഇവർ തന്നെയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ എത്ര മിസൈലുകളുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമല്ല, പക്ഷേ ഇവരുടെ കയ്യിലും ഉണ്ട്. അപ്പോൾ അവിടെ പോകുന്ന ഏതൊരു കപ്പലാണെങ്കിലും അവരെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാനുള്ള കഴിവ് ഈ ഹൂത്തി എന്ന് പറയപ്പെടുന്ന ഈ ഒരു വിഭാഗത്തിന് ഉണ്ട്. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതായത് അമേരിക്ക ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഹൂത്തി എന്ന് പറയപ്പെടുന്ന അവരും ഏകദേശം 1-2 ആഴ്ച പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ മിസൈൽസ് എല്ലാം തന്നെ ഉപയോഗിക്കും. പിന്നീട് ഇറാനോ അതുപോലെ തന്നെ അമേരിക്കനെ എതിർക്കുന്ന റഷ്യ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ റെഡ് സീ മൊത്തം നമ്മൾ അതായത് അടുത്തൊരു കുറേ വർഷത്തിന് വേണ്ടി ബ്ലോക്ക് ആവുമോ എന്നുള്ളൊരു പേടിയിലാണ് പല രാജ്യങ്ങളും. അങ്ങനെ ബ്ലോക്ക് ആകുകയാണെങ്കിൽ നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റും അതുപോലെ തന്നെ ഓയിൽ പ്രൈസ് എല്ലാം തന്നെ കൂടും. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമായി തുടങ്ങുന്നുണ്ടെങ്കിലും അടുത്തൊരു 2-3 മാസത്തിന് അപ്പോൾ ഇത് തന്നെയായിരിക്കും ഏറ്റവും വലിയൊരു ഹോട്ട് ടോപ്പിക്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നവരെ 20 രാജ്യങ്ങളാണ് സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും പല രാജ്യങ്ങളും ഇതിന് സപ്പോർട്ട് നൽകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ഒരു സ്ഥലം ഇമ്പോർട്ടൻസ് ആയി കരുതപ്പെടുന്നു.